ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 7 മുതൽ ഉള്ള ശ്ലോകങ്ങൾ നോക്കാം. 1-ാം അധ്യായത്തിൽ 3 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് പാണ്ഡവപക്ഷത്തുള്ള മഹാരഥന്മാരെ ദുര്യോധനൻ ദ്രോണർക്കായിക്കൊണ്ട് പരിചയപ്പെടുത്തി. അടുത്ത ശ്ലോകങ്ങളിലൂടെ കൗരവപക്ഷത്തുള്ള ആളുകളെ പരിചയപ്പെടുത്തുകയാണ് ദുര്യോധനൻ ചെയ്യുന്നത്. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സ്വപ്നാർത്ഥം താൻ ബ്രവീമിതേ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സ്വപ്നാർത്ഥം താൻ ബ്രവീമിതേ. അസ്മാകം തു നമുക്കാവട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ കൗരവപക്ഷത്താവട്ടെ, യേ വിശിഷ്ട ആരെല്ലാമാണോ വിശിഷ്ടരായിട്ടുള്ളത്, ശ്രേഷ്ഠരായിട്ടുള്ളത്, താൻ നിബോധ അവരെക്കുറിച്ച് ഞാൻ പറയാം, അങ്ങ് അറിഞ്ഞുകൊള്ളുക, അങ്ങ് കേട്ടുകൊള്ളുക. നായകാമമ സൈന്യസ്യ നമ്മളുടെ സൈന്യത്തിലുള്ള നായകന്മാരെ കുറിച്ച് ഞാൻ പറയാം, അങ്ങ് കേട്ടുകൊള്ളുക. സ്വപ്നാർത്ഥം അങ്ങയുടെ അറിവിനായിക്കൊണ്ട് ഞാൻ പറയാം, അവരെ കേട്ടുകൊള്ളുക. കൗരവപക്ഷത്തുള്ള ശ്രേഷ്ഠരായ ആളുകളെക്കുറിച്ച് ഞാൻ അങ്ങയുടെ അറിവിലേക്കായിക്കൊണ്ട് പറയാം, അങ്ങ് അറിഞ്ഞുകൊള്ളുക. ദുര്യോധനൻ വാസ്തവത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടത് സൈന്യാധിപനോടാണ്. ഇവിടെ കൗരവസേനയെ 10 ദിവസം നയിച്ചത് ഭീഷ്മപിതാമഹനാണ്. പക്ഷേ ദുര്യോധനനായിട്ട് ഭീഷ്മപിതാമഹന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആരും തന്നെ കൗരവപക്ഷത്തോ പാണ്ഡവപക്ഷത്തോ ഇല്ല. തന്നെയുമല്ല, തൻ്റെ പുത്രൻ അല്ലെങ്കിൽ പൗത്രൻ്റെ ഒരു സ്ഥാനത്ത് നിന്നിരിക്കുന്ന ദുര്യോധനൻ വയോവൃദ്ധനായിരിക്കുന്ന ഭീഷ്മപിതാമഹന് ആരെയും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യവുമില്ല. അങ്ങനെയിരിക്കെ സൈന്യാധിപനോടായിക്കൊണ്ട് പറയേണ്ടതായ കാര്യങ്ങളെ ആചാര്യനായ ദ്രോണർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ കഥാകഥനം നടത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, പലപ്പോഴും പല അധർമ്മങ്ങളും ചെയ്യേണ്ടി വന്ന രാജാവാണ് ദുര്യോധനൻ, അല്ലെങ്കിൽ യുവരാജാവാണ് ദുര്യോധനൻ. ദുര്യോധനൻ്റെ മോശമായ പ്രവൃത്തികൾക്കെല്ലാം നിശബ്ദരായി കണ്ടു നിൽക്കാൻ മാത്രം കഴിഞ്ഞിരുന്നവരായിരുന്നു ഭീഷ്മരും ദ്രോണരും കൃപരും വിദുരരും ഒക്കെ. പക്ഷേ അവർക്ക് മനസ്സുകൊണ്ട് പാണ്ഡവപക്ഷത്താണ് അവരെല്ലാം എങ്കിൽ തന്നെയും ഭൗതികമായിട്ട് അവർക്ക് പാണ്ഡവരോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ദുര്യോധനന് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മഹാരഥന്മാരോടൊക്കെ അതിൻ്റേതായ പ്രതിഷേധം ഉണ്ടെങ്കിലും അവരെയൊന്നും യുദ്ധമുഖത്ത് നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്
ഭീഷ്മപിതാമഹനെ സൈന്യാധിപനാക്കുന്നതും അദ്ദേഹം പതിക്കുന്നതിന് ശേഷം പിന്നീട് ദ്രോണരെയും കർണനെയും ശല്യരെയും ഒക്കെ സൈന്യാധിപനാക്കുന്നത്. അപ്പോൾ ഇവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അണിനിരന്നിരിക്കുന്ന പാണ്ഡവപക്ഷത്തുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഇനി നമ്മുടെ പക്ഷത്ത് അല്ലെങ്കിൽ കൗരവപക്ഷത്തുള്ള ശ്രേഷ്ഠരായ ആളുകളെക്കുറിച്ചുകൂടി ഞാൻ പറയാം, അങ്ങ് കേട്ടുകൊള്ളുക എന്ന് ദ്രോണാചാര്യരോട് പറയുകയാണ് ദുര്യോധനോട് ചെയ്യുന്നത്. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥഃ. ഭവാൻ ഭീഷ്മഃ ച കർണഃ ച കൃപഃ ച സമിതിം ജയഃ അശ്വത്ഥാമാ വികർണഃ ച സൗമദത്തിഃ ജയദ്രഥഃ. ഭവാൻ, നമ്മുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠരായവരിൽ ആചാര്യനായിരിക്കുന്ന അങ്ങുണ്ട്, ദ്രോണാചാര്യരുണ്ട്, ഭീഷ്മഃ ച ഭീഷ്മപിതാമഹനുണ്ട്, കർണഃ ച കർണനുണ്ട്, കൃപഃ ച സമിതിം ജയഃ യുദ്ധത്തിൽ വിജയിക്കുന്നവനായ കൃപാചാര്യരുണ്ട്, അശ്വത്ഥാമ ദ്രോണപുത്രനായിരിക്കുന്ന അശ്വത്ഥാമാവുണ്ട്, വികർണഃ ച ദുര്യോധനൻ്റെ സഹോദരനായിരിക്കുന്ന വികർണനുണ്ട്, സൗമദത്തി സോമദത്തൻ്റെ പുത്രൻ ഉണ്ട്, പിന്നെ ജയദ്രഥഃ ദുശ്ശളയുടെ ഭർത്താവായിരിക്കുന്ന ജയദ്രഥനും ഉണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. ഇവിടെ വാസ്തവത്തിൽ ആദ്യം പറയപ്പെടേണ്ട പേര് ഭീഷ്മപിതാമഹൻ്റെതാണ്. എന്നാൽ തൻ്റെ ഗുരുവായിരിക്കുന്ന ആചാര്യൻ ദ്രോണരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അങ്ങുണ്ട്, ഭീഷ്മപിതാമഹനുണ്ട്, കർണനുണ്ട്, യുദ്ധവിജയിയായിരിക്കുന്ന കൃപാചാര്യരുണ്ട്, ദ്രോണപുത്രനായ അശ്വത്ഥാമാവുണ്ട്, വികർണനുണ്ട്, സോമദത്തൻ്റെ പുത്രനുണ്ട്, പിന്നെ ദുശ്ശലയുടെ ഭർത്താവായ ജയദ്രഥൻ ഉണ്ട് എന്നെല്ലാം ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. ഈ ശ്ലോകത്തിൽ ചില പാഠഭേദങ്ങളിൽ, ചില പുസ്തകങ്ങളിൽ സൗമദത്തിസ്തദൈവച എന്നുകൂടി കാണാം. ഇതിൽ രണ്ടിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കുറച്ചുകൂടി സ്വീകാര്യമായ പാഠം സൗമദത്തിർ ജയദ്രഥഃ അതുതന്നെയാണ്. എങ്കിലും ചില പുസ്തകങ്ങൾ സൗമദത്തിസ്തദൈവച എന്ന കാണുന്നതുകൊണ്ട് ഏത് പുസ്തകമാണ് നമ്മൾ അവലംബിക്കുന്നത് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് അതിനനുസരിച്ച് പാരായണം ചെയ്തുകൊള്ളുക. അവിടെ തദൈവച എന്ന് പറഞ്ഞാൽ അതുപോലെ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ജയദ്രഥനെ കൂടി ചേർക്കുന്നുണ്ട്. കാരണം ജയദ്രഥൻ പിന്നീട് ഒരു സമയത്ത് മഹാഭാരതത്തിലെ ഒരു സുപ്രധാന കഥാപാത്രവും കൂടിയാണ്. അപ്പോൾ അയാളെ വിസ്മരിച്ചുകൊണ്ട് ഒരു കഥാകഥനം അത് അത്ര സ്വീകാര്യമാകണമെന്നില്ല. അപ്പം അതുകൊണ്ട് ജയദ്രഥഃ എന്നുള്ള പാഠമാണ് കുറച്ചുകൂടി സ്വീകാര്യമായിട്ടുള്ളത്. പിന്നെ നമ്മളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം എങ്ങനെ പറയുന്നു അതുപോലെ പാരായണം ചെയ്യുക. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർജയദ്രഥഃ. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്തെ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്തെ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. അന്യേ ച ബഹവഃ ശൂരാഃ, ഇനി പറഞ്ഞതുകൂടാതെ വേറെയും പലരും ശൂരന്മാരായിട്ടുള്ളവരുണ്ട്. അവരെല്ലാം മദർത്തെ ത്യക്തജീവിതാഃ, എനിക്ക് വേണ്ടി അവർ സ്വന്തം ജീവിതം ത്യജിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന വേറെയും
പല ശൂരന്മാർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അവരിലും നാനാശസ്ത്ര പ്രഹരണാഹ, പലവിധ ശസ്ത്രങ്ങൾ, ആയുധങ്ങൾ പ്രയോഗിക്കാൻ സാമർഥ്യമുള്ളവരാണ് അവരെല്ലാം. സർവേ യുദ്ധവിശാരദാഹ, അവരെല്ലാവരും യുദ്ധത്തിൽ അതിനിപുണന്മാരും ആണ്. എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞുകൊണ്ടും പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ സമർത്ഥരും യുദ്ധരംഗത്ത് വളരെ സാമർഥ്യം ഉള്ളവരും ഒക്കെയായ ഇനിയും വളരെയധികം പേരുണ്ട്, വളരെയധികം ശൂരന്മാരുണ്ട്. അവരുടെ ഒന്നും പേരെടുത്ത് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ധാരാളം പേര് അപ്രകാരമുണ്ട്. എനിക്ക് വേണ്ടി അവർ സ്വന്തം ജീവനെ പോലും പരിത്യജിച്ചുകൊണ്ട് ഈ യുദ്ധമുഖത്ത് വന്നു നിൽക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഭടൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു സൈനികൻ, അയാൾ രാവിലെ പോകുന്നയാൾ ആ യുദ്ധം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെയുള്ള ആ യുദ്ധമുഖത്തിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ എല്ലാം മനസ്സിലുണ്ടാകുന്ന ചേതോവികാരം എന്തൊക്കെയായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അവരെല്ലാം മറ്റുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സ് പിന്തിരിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് അവിടെ ധാരാളം ശംഖനാദം ഉണ്ടാകും, പെരുമ്പറയുണ്ടാകും, വാദ്യമേളങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം നന്നായിട്ട് ശബ്ദമുണ്ടാക്കി യുദ്ധം ചെയ്യാൻ പോകുന്നവരെയൊക്കെ വളരെ ആവേശം കൊള്ളിക്കുന്ന രീതിയിലായിരിക്കും. കാരണം യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ അതിനെക്കുറിച്ചെല്ലാം പൂർണ്ണമായും മറന്നുകൊണ്ട് വേണം ആ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധമുഖത്തിലേക്ക് പ്രവേശിക്കുവാൻ. അതുകൊണ്ട് ഈ തരത്തിലുള്ള ആരവങ്ങളും പെരുമ്പറനാദങ്ങളും ശംഖനാദങ്ങളും വാദ്യമേളങ്ങളും ഒക്കെ ചേർന്ന് മാറ്റൊലിക്കൊണ്ടുകൊണ്ടാണ് ഇവരെല്ലാവരും പരസ്പരം പോരടിക്കുവാനായിട്ട് സമീപിക്കുന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു രാജദൂത് നടത്തുന്നുണ്ട്. അവിടെ പാണ്ഡവരുടെ ഒരു പ്രതിനിധിയായിട്ടല്ല ഭഗവാൻ കൗരവ സഭയിൽ ചെല്ലുന്നത്, ഒരു ശാന്തിദൂതനായിട്ടാണ് ഭഗവാൻ ചെല്ലുന്നതെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ കൃഷ്ണാവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇനി വരുന്ന ഗീതാ ശ്ലോകത്തിൽ പറയുന്നത് പോലെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ, ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ സാധുജനങ്ങളെ പരിരക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ അമർച്ച ചെയ്യുന്നതിനും ഞാൻ യഥാകാലം അവതരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ വളരെയധികം ദുഷ്ടന്മാരെ കൊന്നൊടുക്കുന്നുണ്ട്, നേരിട്ടായാലും അല്ലാതായാലും. ഭഗവാൻ ശാന്തിദൂതുമായിട്ട് കൗരവ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ വാസ്തവത്തിൽ ഈ കൗരവസേനയും പാണ്ഡവസേനയും തമ്മിലുള്ള യുദ്ധം ഒഴിവായിരുന്നുവെങ്കിൽ ഭഗവാന്റെ അവതാര ഉദ്ദേശം എങ്ങനെയാണ് പൂർണ്ണമാവുക? ഇവിടെ 18 അക്ഷൗഹിണി പടയാണ് പരസ്പരം പോരടിച്ച് ഇല്ലാതാവുന്നത്. ഭൂമിദേവിക്കുണ്ടായിരുന്ന ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ വളരെ കഠിനമായ ഭാരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ശാന്തിദൂതുമായിട്ട് കൗരവസേനയിൽ ചെന്ന് ആ ശാന്തിദൂത് വിജയിച്ചിരുന്നുവെങ്കിൽ ഈ 18 ലക്ഷം സൈനികർ ഈ ഭൂമിക്ക് ഭാരമായിട്ട് വീണ്ടും തുടരുകയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഭഗവാൻ പോയത് ശാന്തിദൂതിന് വേണ്ടിയായിരുന്നു എങ്കിൽ പോലും ഓരോരുത്തരുടെയും കർമ്മഫലങ്ങൾ അനുസരിച്ച് അവർക്ക് കർമ്മങ്ങൾ അനുഭവിക്കേണ്ട ഒരു ബാധ്യത നിലനിൽക്കുന്നതിനാൽ
ഒരു ശാന്തി മന്ത്രവും കേൾക്കാൻ തയ്യാറായിരുന്നവരായിരുന്നില്ല കൗരവ രാജധാനിയിൽ ഉണ്ടായിരുന്നത്. അഥവാ ആർക്കെങ്കിലും ആ രാജ്യസഭയിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ ആശയത്തോട് യോജിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്കെല്ലാം താന്തോന്നിയായ ദുര്യോധനൻ്റെ വാക്കുകൾ കേട്ട് യുദ്ധത്തിനായിട്ട് ആഗ്രഹിക്കാതെ പോലും ആ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പൂർണ്ണമായും മനസ്സർപ്പിച്ചല്ലെങ്കിൽ പോലും അവർക്കെല്ലാം കൗരവസേനയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. തന്നെയുമല്ല, ഈ കൗരവ സേനയിൽ അണിനിരക്കുന്ന ഭീഷ്മപിതാമഹനാവട്ടെ അല്ലെങ്കിൽ ദ്രോണാചാര്യരോ കൃപാചാര്യരോ ഒക്കെ ആവട്ടെ, ഇവരെല്ലാം ആ നിറഞ്ഞ രാജസദസ്സിൽ വെച്ച് നടന്ന ഒരു അധർമ്മത്തിന് സാക്ഷിയാകേണ്ടി വന്നവരാണ്. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് നമ്മളിരിക്കുന്ന ഒരു സഭയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു അധർമ്മം നടക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്നുകിൽ നമ്മൾ അതിനെ എതിർത്ത് ആ അധർമ്മം ചെയ്യുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം, അല്ലെങ്കിൽ അതിനെ ശക്തമായി പ്രതിഷേധിച്ച് നമ്മൾ അതിൻ്റെ പരിണിതഫലത്തെ അനുഭവിക്കണം. ഇല്ലെങ്കിൽ ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഭീഷ്മാചാര്യനോ ദ്രോണാചാര്യനോ കൃപാചാര്യനോ ഒന്നും ആ നിറഞ്ഞ രാജസദസ്സിൽ വെച്ച് നടന്ന ദ്രൗപദി വസ്ത്രാക്ഷേപ രംഗത്ത് നിന്ന് ദുര്യോധനെതിരെ ഒരു വാക്ക് പോലും ശബ്ദിക്കാൻ കഴിയാതെ മുഖം താഴ്ത്തി ഇരിക്കേണ്ടി വന്നവരായിരുന്നു. ആ അധർമ്മത്തിൻ്റെ പങ്ക് അവരിലേക്കും ആവേശിക്കപ്പെട്ടു എന്നതാണ് സത്യം. എല്ലാവരും ചെയ്തിരുന്ന അധർമ്മത്തിന് അതിൻ്റേതായ പരിണിതഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് യുദ്ധത്തിൽ ആയുധപാണികളായി നിൽക്കുന്ന ഭീഷ്മർക്കോ ദ്രോണനോ കൃപാചാര്യർക്കോ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നത്. അല്ലെങ്കിൽ കയ്യിൽ ആയുധം ധരിച്ച് നിൽക്കുന്ന ഇവർ 3 പേരും പരാജയപ്പെടേണ്ടവരല്ല. എന്നിട്ടും ഭീഷ്മപിതാമഹന് വന്നു ചേർന്ന ആ ശരശയ്യ അതെല്ലാം നേടിക്കൊടുത്തത് ഈ കൗരവ രാജസഭയിൽ അധർമ്മത്തിന് സാക്ഷിയായി എന്ന ഒറ്റ അധർമ്മം കൊണ്ടാണ്. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്തേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അപര്യാപ്തം തദ് അസ്മാകം ബലം ഭീഷ്മ അഭിരക്ഷിതം പര്യാപ്തം തു ഇദം ഏതേഷാം ബലം ഭീമ അഭിരക്ഷിതം. അപര്യാപ്തം തദ് അസ്മാകം, നമ്മുടെ സൈന്യം അപര്യാപ്തമാണ്. ബലം ഭീഷ്മ അഭിരക്ഷിതം, നമ്മുടെ ബലം, നമ്മളുടെ സൈന്യം ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്നതായ നമ്മളുടെ സൈന്യം അപര്യാപ്തമാണ്. പര്യാപ്തം തു ഇദം ഏതേഷാം ബലം ഭീമാഭിരക്ഷിതം, ഭീമനാൽ രക്ഷിക്കപ്പെടുന്നതായ പാണ്ഡവ സൈന്യമാവട്ടെ അത് പര്യാപ്തവുമാണ്. ഈ പര്യാപ്തം എന്ന പദത്തിന് 2 അർത്ഥങ്ങളാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഒന്ന്, പര്യാപ്തം എന്നാൽ മതിയായത്, യുദ്ധം ചെയ്യാൻ ആവശ്യമായത്, അല്ലെങ്കിൽ ജയം നേടാൻ ആവശ്യമായത്. ആ ഒരു അർത്ഥം എടുത്തുകൊണ്ട് ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചാൽ അപര്യാപ്തം തത് അസ്മാകം ബലം,
നമ്മളുടെ ബലം അപര്യാപ്തമാണ്, പര്യാപ്തമല്ല, ജയിക്കാൻ പ്രാപ്തമല്ല എന്ന്. പര്യാപ്തം തു ഇതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീമനാൽ നയിക്കപ്പെടുന്നതായ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതായ പാണ്ഡവ സൈന്യമാവട്ടെ അത് പര്യാപ്തമാണ്, അവർക്ക് ജയം നേടാൻ മതിയാവുന്നതാണ് എന്നാണ് ഒരു അർത്ഥം അങ്ങനെ പറയാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ കൗരവസേനയെ നയിക്കുന്ന ഭീഷ്മപിതാമഹനും ദ്രോണാചാര്യനും ഒക്കെ ഉള്ള 11 അക്ഷൗഹിണി പടയുള്ള കൗരവസേന 7 അക്ഷൗഹിണി മാത്രം ഉള്ള പാണ്ഡവസേനയേക്കാൾ മികച്ചതാണ്. പര്യാപ്തം എന്നതിന് അതിരുകളുള്ളത് എന്നുള്ള അർത്ഥം കൂടി കൊടുത്താൽ അപര്യാപ്തം തദാസ്മാകം എന്നതിന് നമ്മളുടെ സൈന്യം അതിരറ്റതും വിശാലവുമാണ്, മറ്റവരുടേതാവട്ടെ അത് അതിരുകളുള്ളതും അത്ര വിശാലവും അല്ല എന്നുള്ള അർത്ഥം കൂടി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. യുദ്ധാരംഭത്തിൽ ഇതേമാതിരി ഒരു വാക്ക് ഒരു സേനാനായകനോട് പറയണമെങ്കിൽ അത് യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കണം എന്നുള്ള സങ്കല്പമെടുത്താൽ രണ്ടാമത് പറഞ്ഞ ആശയത്തിനാണ് കുറച്ചുകൂടി യോജിപ്പ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്തു പറ്റും എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ അർത്ഥമാണെങ്കിൽ നമ്മളുടെ സൈന്യം മതിയാവില്ല, പാണ്ഡവരുടെ സൈന്യം മതി എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പരാജയം സമ്മതിക്കുന്ന ഒരു സൈന്യത്തെ നയിക്കുന്ന ഒരാളായി ദുര്യോധനൻ എന്നർത്ഥം വരും. രണ്ട് ആശയവും നമുക്ക് മനസ്സിലാക്കിയിട്ട് ഏതാണോ നമ്മളുടെ യുക്തിക്ക് നിരക്കുന്നത് അതിനെ എടുക്കുക എന്നുള്ളതാണ് അഭികാമ്യമായിട്ടുള്ളത്. എന്തായാലും യുദ്ധം തുടങ്ങുന്ന ആ സമയത്ത് വന്നിരിക്കുന്ന സൈന്യത്തെ മാനസികമായിട്ട് വളരെയധികം നമ്മൾ ശക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉത്സാഹപ്പെടുത്തുന്നതായിരിക്കും ഉചിതം എന്നതിനാൽ നമ്മളുടെ സൈന്യം വളരെ വിപുലവും ശക്തവും വളരെയധികം വില്ലാളി വീരന്മാരൊക്കെ ഉള്ളതുമാണ് എന്നുള്ള ആശയം നമുക്ക് എടുക്കുന്നതാകും ഉചിതം എന്ന് തോന്നുന്നു. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മം ഏവ അഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു സർവേഷു എല്ലാ അയനങ്ങളിലും എല്ലാ മാർഗങ്ങളിലും യഥാഭാഗം അവസ്ഥിതാഃ നിങ്ങൾക്ക് ഏതേത് ഭാഗങ്ങളാണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ നിന്നുകൊണ്ട് ഭീഷ്മമേവ അഭിരക്ഷന്തു ഭീഷ്മപിതാമഹനെ അല്ലെങ്കിൽ സൈന്യാധിപനെ നിങ്ങളെല്ലാവരും രക്ഷിക്കണം. ഭവന്തഃ സർവ ഏവ ഹി നിങ്ങൾ എല്ലാവരും സേനാനായകനായിരിക്കുന്ന ഭീഷ്മപിതാമഹനെ സംരക്ഷിക്കണം എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ തൻ്റെ സേനയിലുള്ള ഒരു വിശ്വാസക്കുറവ് അല്ലെങ്കിൽ ഒരു ആശങ്കയൊക്കെ ഉള്ളതായിരുന്ന ദുര്യോധനൻ ആയുധപാണിയായിരിക്കുന്ന ഭീഷ്മപിതാമഹനിൽ ഒരിക്കലും പരാജയം സംഭവിക്കില്ല എന്നുള്ള വിശ്വാസം കൂടി അർപ്പിച്ചുകൊണ്ടാണ് സൈന്യത്തിലുള്ള എല്ലാവരും ഭീഷ്മപിതാമഹന് ചുറ്റും നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത്. എല്ലായ്പ്പോഴും സേനാനായകനാണ് ആ സൈന്യത്തെ നയിക്കേണ്ട വ്യക്തി. ആ സേനാനായകൻ നിലം പതിച്ചാൽ പിന്നെ സൈന്യം ഛിന്ന ഭിന്നമായി പോകും. അതുകൊണ്ട് സേനയിലെ അംഗങ്ങൾ എല്ലാവരും സേനാനായകനായ ഭീഷ്മപിതാമഹനെ എല്ലാ മാർഗങ്ങളിലും ഏതേത് സ്ഥാനങ്ങളിലാണോ ഈ വ്യൂഹം ചമയ്ക്കുന്നതിൽ ഓരോരുത്തർക്കും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതാത് സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഭീഷ്മരെ സംരക്ഷിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ദുര്യോധനൻ ഇവിടെ കൊടുക്കുന്നത്.
അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. തസ്യ സംജനയൻ ഹർഷം കുരു വൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യ ഉച്ചൈഃ ശംഖം ദത്മൗ പ്രതാപവാൻ. തസ്യ അയാൾക്ക് ദുര്യോധനന് സംജനയൻ ഹർഷം ദുര്യോധനനെ സന്തോഷം ഉളവാക്കുന്നതിനായിട്ട് കുരുവൃദ്ധഃ പിതാമഹഃ പ്രതാപശാലിയും കുരുവൃദ്ധനുമായിരിക്കുന്ന ഭീഷ്മപിതാമഹൻ സിംഹനാദം വിനദ്യ ഉച്ചൈഹി വളരെ ഉറക്കെ ഒരു സിംഹഗർജനം മുഴക്കിയിട്ട് ശംഖം ദത്മൗ പ്രതാപവാൻ ഉച്ചത്തിൽ ശംഖ് വിളിച്ചു. പ്രതാപശാലിയായ ഭീഷ്മപിതാമഹൻ ഉച്ചത്തിൽ ശംഖ് വിളിച്ചു. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ സേനയെക്കുറിച്ചൊരു ആശങ്കയും സൈന്യാധിപനായ ഭീഷ്മപിതാമഹനെക്കുറിച്ച് വളരെയധികം മതിപ്പും ഒക്കെ ഉള്ളവനായ ദുര്യോധനൻ ആ ദുര്യോധനനെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിനായിട്ട് നിശ്ചയിച്ചുകൊണ്ട് പ്രതാപശാലിയായിരിക്കുന്ന ഭീഷ്മപിതാമഹൻ ഒരു സിംഹനാദം പോലെ ഗർജിച്ചുകൊണ്ട് ശംഖ് വിളിച്ചു. ഈ ശംഖനാദം മഹാഭാരത യുദ്ധത്തിൻ്റെ നാന്ദിയാണ്, അതിൻ്റെ തുടക്കമാണ്. ഞങ്ങൾ റെഡിയായി, നിങ്ങളും റെഡിയായിക്കൊള്ളൂ എന്നുള്ള ഒരു വിളംബരമാണ് ഈ ശംഖനാദം എന്ന് പറയുന്നത്. ഈ ശംഖനാദത്തോടു കൂടി മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.